ഹലോ ഗായ്സ്, ഈ ചൂട് കാലത്ത് ഫുൾ ടൈം ഫോണിലും ടി വിയിലും എപ്പോഴും ഇരിക്കണ നിങ്ങളെ കൊണ്ട് തന്നെയാണ് തൊയിരക്കേട് എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതിലും ഭേദം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചാൽ അതല്ലേ നല്ലത്. പിന്നെയല്ലേ മനസ്സിലായത് പുറം ലോകത്താണ് സ്വർഗ്ഗം ഇരിക്കണേത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്താടാ, കുളത്തിൽ നിറയെ മീനുകൾ പൊന്തിത്താന്ന് കളിച്ചുകൊണ്ടിരിക്കുക. വെറുതെ വിടാൻ പറ്റുമോ? അങ്ങനെയാണ് ചൂണ്ടയെടുത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയത്. കിട്ടിയതോ അയിലമത്തി ചൂര, ഒന്നുമല്ലെങ്കിലും നമ്മുടെ ഫ്രഷ്. ഈ അയിലമത്തി ചൂരൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുമല്ലേ. നമ്മുടെ വീട്ടിലും നാട്ടിലും കിട്ടണതൊക്കെയാണ് രാലും മുഷിയും കരിപ്പിടിയും അങ്ങനെ പല വക ഐറ്റംസ്. അതൊക്കെയാണല്ലോ തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെ കിട്ടണത്. ഇത്രയും കാൽസ്യം അയണും മിനറലും വൈറ്റമിനൊക്കെ അടങ്ങിയ മീനുകളെ എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ വെറുതെ കളയാൻ പറ്റുമോ? നമുക്കതൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കതെന്ത് ചെയ്യാം? അതേപടി നമുക്ക് നന്നാക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് വറുത്തെടുത്താലോ. വറുത്തെടുക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നന്നായി ഉരച്ച് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി കഴുകണം. അത് കഴിഞ്ഞിട്ട് പിന്നാലെ തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മസാലക്കൂട്ടുകൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് പിന്നാലെ തന്നെ മീനും അതിൻ്റെ കൂടെ മിക്സാക്കാം. മീനൊക്കെ മിക്സാക്കി കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കത് വറക്കാനായിട്ട് തുടങ്ങാം. വറുത്ത് കഴിഞ്ഞ് കഴിച്ചാൽ കിട്ടുന്നൊരു രസം ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാറൊന്നുമില്ല. പിന്നെ ഇത് വാങ്ങണമെങ്കിൽ അത്യാവശ്യം പൈസ ആവണ കാര്യം. അപ്പം പിന്നെ വെറുതെ കിട്ടണ കളയണോ? അപ്പം പിന്നെ വറുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷുവിനുള്ള വിശേഷങ്ങൾ. വിഷുവിൻ്റെ പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ് പിന്നാലെ തന്നെ കിട്ടിയ പണിയാണിത്. അപ്പോൾ പണി കിട്ടിയാലെന്താ, ഗുണം കിട്ടിയല്ലോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ.